കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദേശനിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കൊലോസ്യ ലേഖനം ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭാഗം എൻ്റെ ഹൃദയത്തിൽ ശക്തമായി പ്രകാശിപ്പിക്കാനിടയായി തീർന്നത് ഇന്ന് രാത്രി ഒരു സന്ദേശമായിട്ട് ദൈവമക്കളുടെ മുൻപാകെ വയ്ക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ദൈവവചനം ഇന്ന് സുലഭമായി നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും എനിക്കൊരു പരാതി ആ വിഷയത്തിലുള്ളത്, ആദിമ അപ്പോസ്തലന്മാർ സഭകളെ പഠിപ്പിച്ചതുപോലെ ഒരു പഠനം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പ്രസംഗം ഇഷ്ടംപോലെ ഉണ്ട്. കണ്ടെയ്നർ കണക്കിന് പ്രസംഗങ്ങളാണ് യൂട്യൂബിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയും. എന്തൊക്കെ പ്രസംഗം ഏതൊക്കെ നിലയിലാണ് കിടക്കുന്നത്. എനിക്ക് ഒരു വലിയ സങ്കടമുള്ളത്, കർത്താവ് ആക്കി വെച്ച ശുശ്രൂഷകന്മാർ, പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദാദിയായ ആദിമ അപ്പോസ്തലന്മാർ, അവർ സഭയെ പഠിപ്പിച്ചതുപോലെ പത്രോസ് അതിനെക്കുറിച്ച് പറയുന്ന ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്നത് പോലെ പൗലോസ് പറഞ്ഞു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. വചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാം, വളച്ച് പ്രസംഗിക്കാം, കോട്ടി പ്രസംഗിക്കാം, കൂട്ടുചേർത്ത് പ്രസംഗിക്കാം, മറിച്ച് കളഞ്ഞ് പ്രസംഗിക്കാം, ലാഭത്തിന് വേണ്ടി പ്രസംഗിക്കാം, പേരിന് വേണ്ടി പ്രസംഗിക്കാം, പേരിനും പ്രശംസയ്ക്കും വേണ്ടി പ്രസംഗിക്കാം. അപ്പം വിവിധ നിലയിലുള്ള പ്രസംഗങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് ഗുണകരമാണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അത്ര കണ്ട് ഗുണകരമല്ല എന്ന് തന്നെ പറയും. കാരണം പ്രസംഗത്തിൻ്റെ ഉദ്ദേശശുദ്ധികൾ മാറിപ്പോയി. സഹോദരങ്ങളെ, നിങ്ങൾ എന്നോട് പിണങ്ങരുത്. കാരണം ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്താനാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ ദൈവവചനം പ്രസംഗിച്ചത്. ആ രീതിയൊക്കെ മാറി ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുന്ന ഒരു കാലഘട്ടമായി ഈ കാലഘട്ടം മാറി കഴിയും. പിശാചിന്റെ വലിയൊരു ചതിയ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 2:5 ഇങ്ങനെ കാണുന്നു, എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം. ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ പ്രസംഗിച്ച് ജനത്തെ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. കൊലോസ്യ ലേഖനത്തിലുള്ള കാര്യമായി പറയും. കൊലോസ്യ ലേഖനം 1:8, 2:8, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. ഹല്ലേലൂയ. 2 അതിൻ്റെ 18 വാക്യം നമ്മൾ പഠിച്ചു വരുമ്പോൾ, തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ വിധി തെറ്റിക്കരുത്. നമ്മളൊരു ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നവരാ. ഏതായി ഓട്ടം? ആത്മീയ ഓട്ടം. എങ്ങോട്ടാ ഓടുന്നത്? ആത്മീയ കനാനാകുന്ന സ്വർഗരാജ്യം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് കനാനിലേക്ക് ഓടി, അല്ലെങ്കിൽ അവർ പോയി. നമ്മൾ ലോകമാകുന്ന മിസ്രയീമിൽ നിന്ന് ഓടി അല്ലെങ്കിൽ പ്രയാണം ചെയ്ത് ആത്മീയ കനാനാകുന്ന സ്വർഗത്തിലേക്കാണ് പോയത്. ഇസ്രായേൽ മക്കൾ ആക്ഷരിക മിസ്രയീമിൽ നിന്ന് യാത്ര ചെയ്ത് ദൈവം അവർക്ക് കൊടുത്ത കനാൻ ദേശത്തേക്കാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ആത്മീയ കനാനാകുന്ന സ്വർഗം അല്ലെങ്കിൽ നിത്യത അല്ലെങ്കിൽ ദൈവരാജ്യം, അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. യാത്രകൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇസ്രായേൽ മക്കളല്ല നമ്മൾ പുതിയ നിയമസഭയാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം, അല്ലെങ്കിൽ അത് വലിയ നാശത്തിലേക്ക് ചെന്ന് പതിക്കാനിടയായിത്തീരും. നാം പുതിയ നിയമസഭയാ. ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. ശ്രദ്ധിക്കണമേ. അവണ്ണം അത്താഴം
22:20 അവണ്ണം അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത് കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. ഇത് പുതിയ നിയമമാണ്. യേശുക്രിസ്തു നമുക്ക് തന്ന പുതിയ നിയമം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം നന്നായി പഠിപ്പിക്കുന്നുണ്ട്. അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി, ഏബിൾ മിനിസ്റ്റേഴ്സ്. പുതിയ നിയമത്തിൻ്റെ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ഇസ്രായേൽ മക്കൾക്ക് അവരുടെ വീണ്ടെടുപ്പ് കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിലൂടെയാണ് അവർക്ക് ശുദ്ധീകരണവും വീണ്ടെടുപ്പും ലഭിക്കുന്നത്. എന്നാൽ പുതിയ നിയമസഭയെ വീണ്ടെടുക്കുന്നത് കാടുകളുടെയും കാളകോറ്റന്മാരുടെയും രക്തം കൊണ്ടല്ല, യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തം കൊണ്ടാണ്. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാണ് പുതിയ നിയമസഭ. അത് പഴയ നിയമ ഇസ്രായേൽ സഭയായിട്ട് കൂട്ടിക്കുറയ്ക്കാൻ പാടില്ല. പഴയ നിയമസഭയെക്കുറിച്ച് ലേഖ്യ പുസ്തകം പറയുന്നത് അത് ദുഷ്ടസഭ, അനുസരണഘട്ട സഭ. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ, ക്രിസ്തുവിന്റെ ശരീരമാം സഭ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും കർത്താവ് വസിക്കുന്ന മന്ദിരമാകുന്ന സഭ, അല്ലെങ്കിൽ മണവാട്ടിയാകുന്ന സഭ, കന്യകയാകുന്ന സഭ, കർത്താവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമസഭയാണ് നമ്മൾ. ആ പുതിയ നിയമസഭയ്ക്ക് ക്രിസ്തുവിന്റെ പ്രമാണമാണ് ഉപദേശം. അത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതിന്ന് പലരും മറന്നാണ് പ്രസംഗിക്കുന്നതെന്ന് ചിന്തിച്ചു പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്നെ ചിന്തിപ്പിച്ച ആ വചനം ഞാൻ പറഞ്ഞല്ലോ. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനാണ് കർത്താവ് ശരണപ്പെടുന്നത്. വചനം പ്രസംഗിക്കുക, സമയത്തോ ഒരുങ്ങിയിരിക്കുക. ഞാൻ വചനം പ്രസംഗിക്കാനാണ് ദിവസം ഇരിക്കുന്നത്. ഇന്ന് പലരും വചനം പ്രസംഗിക്കുന്നത് നിർത്തിയിട്ട് പല കോനാമ്പിച്ചുകളും കാണിച്ചുകൊണ്ടിരിക്കുക. ഊതിയിട്ട് ഉന്തിയിട്ട് കുരപ്പിച്ചിട്ട് ഛർദ്ദിപ്പിച്ച് ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങളിലേക്ക് ജനത്തെ വലിച്ചടച്ച് ജനത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ വചനം പ്രസംഗിച്ച് നടത്തിയവരെ ഓർത്തുകൊള്ളുക. അപ്പം വചനം പ്രസംഗിച്ചാണ് പുതിയ നിയമസഭയെ നടത്തേണ്ടത്. അത് ഏത് വചനം? ക്രിസ്തുവിന്റെ പ്രമാണം, ക്രിസ്തുവിന്റെ ഉപദേശം. സഭയെ പഠിപ്പിക്കുക, സഭയെ ഉപദേശത്തിൽ നിലനിർത്തുക. ഞാൻ എപ്പോഴും പറയാറുള്ള വാക്യങ്ങൾ തന്നെ പിന്നെയും നിങ്ങളെ ഓർപ്പിക്കുക. യഹൂദന്മാരായ ശാസ്ത്രിമാരും പരീശന്മാരോടും യഹൂദന്മാരോടൊക്കെ കർത്താവ് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. മോശയുടെ പ്രമാണത്തിൽ നിലനിൽക്കുന്നവരോടാണ് കർത്താവ് പറഞ്ഞതെന്ന് ഓർത്തോളാം. എൻ്റെ വചനത്തിൽ നിലനിൽക്കുക, എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുക. ഇത് ഇന്ന് ആത്മീയ ഗോളം മറന്നുപോയി. നമ്മൾ മോശയുടെ പിറകെ പോകണ്ട. അത് വേറൊരു പ്രമാണമാ, അത് കൊല്ലുന്ന പ്രമാണമാ, ഇരുട്ടിന്റെ പ്രമാണമാ, മരണത്തിന്റെ പ്രമാണമാ. 2 കൊരിന്ത്യർ 3 വായിച്ച് പഠിച്ചോണം. എടുത്തു പറയാൻ എനിക്ക് സമയം എൻ്റെ മുമ്പിലില്ല. എന്നാൽ ക്രിസ്തുവിന്റെ പ്രമാണം, ഞാനോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു, ജീവിപ്പിക്കുന്ന പ്രമാണമായത്. അതായി പ്രമാണത്തിന്റെ പ്രത്യേകത. മോശയുടെ വചനം കൊല്ലുന്നത്, മരണത്തിൻ്റെത്, ഇരുട്ടിൻ്റെത്. ക്രിസ്തുവിന്റെ പ്രമാണം ജീവിപ്പിക്കുന്ന പ്രമാണം, ആത്മാവിന്റെ പ്രമാണം. ഞാനോട് സംസാരിച്ചവൻ ആത്മാവും ജീവനുമാകുന്ന പ്രമാണം. ഈ പ്രമാണത്തിൽ ജീവനുണ്ട്. ഈ പ്രമാണം അനുസരിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. മോശയുടെ പ്രമാണം അനുസരിക്കുന്നവർക്ക് നിത്യജീവൻ ഇല്ല. അതുകൊണ്ടാണ് കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, എൻ്റെ വചനം, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും. ഇതൊക്കെ വളരെ പ്രസക്തമായ വേദഭാഗങ്ങളാണ്. ഇത് നമ്മൾ മറന്നു പോകരുത്. ഇന്നത്തെ ക്രൈസ്തവ സമൂഹം മറന്നാണ് മുമ്പോട്ട് പോകുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വലിയ വേദനയുണ്ട്. ഹല്ലേലൂയ. ഞാൻ വചനഭാഗത്തേക്ക് വരട്ടെ. ഇവിടെ അവനിൽ
നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ്, ഇവിടെ പാപമോചനം എന്ന വീണ്ടെടുപ്പ്. യേശുക്രിസ്തു വരുന്നത് വരെയും ഈ പാപമോചനമെന്ന വീണ്ടെടുപ്പ് സാധിച്ചിരുന്നില്ല. സംശയമുണ്ടോ? മർക്കോസ് 2:5 മനുഷ്യപുത്രന് പാപങ്ങളെ മോചിക്കുവാൻ. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. മർക്കോസ് 2 ആ വാക്യം വായിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. എനിക്ക് ഈ വചനം എടുത്ത് വായിക്കുന്നതാണ് എനിക്ക് വളരെ താല്പര്യം. ചുമ്മാ കിടന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. വചനം വായിച്ച് ആ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ് ആത്മീയ ശുശ്രൂഷ. മർക്കോസ് 2:5 ഇങ്ങനെ കാണുന്നു: മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. യേശുക്രിസ്തുവാണ് വിമോചകൻ. നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. 4 പേർ ഒരു പക്ഷപാതനെ കെട്ടി ചുമന്ന് കട്ടിലിൽ കൂടി ഇറക്കി യേശുവിൻ്റെ മുമ്പാകെ നിർത്തിയപ്പോൾ ഈ 4 പേരും അവിടെ കൂടിയിരുന്ന ജനം ചിന്തിച്ച്, ഈ അട്ട പോലെ ചുരുള് കിടക്കുന്ന ഈ മനുഷ്യൻ, പക്ഷപാതക്കാരൻ, ചാടി എഴുന്നേറ്റങ്ങ് പോകുമെന്ന് എല്ലാവരും ചിന്തിച്ച്. എല്ലാവരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, അത്ഭുതം അടയാളമൊക്കെ നടക്കും. അതൊക്കെ സാത്താനും ചെയ്യും, ദൈവവും ചെയ്യും. നമുക്ക് അത് തിരിച്ചറിയണം. ശരിയായ പഥ്യവചനം, ശരിയായ വചനത്തിൻ്റെ ഉപദേശങ്ങൾ, പ്രസംഗിക്കപ്പെടാത്ത നടക്കുന്ന സ്ഥലത്ത് നടക്കുന്ന അത്ഭുതങ്ങളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. സാത്താനും അത്ഭുതങ്ങൾ ഒത്തിരി ചെയ്യും. ഇത് സാത്താൻ്റെ അത്ഭുതങ്ങൾ കണ്ട് ജനം ആത്മീയമായി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഞാൻ 2 തെസ്സലോനിക്ക ലേഖനം, ഇവിടെ ഒരു വാക്യം കൂടി വായിക്കാം. 2:5 മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. 2:10 എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്നറിയേണ്ടതിന്. അപ്പോൾ പാപമോചനം യേശുക്രിസ്തുവിലാണ്. നമുക്ക് വേണ്ടത് പാപമോചനമാണ്, അത്ഭുതങ്ങളല്ല. നന്നായിട്ട് മനസ്സിലാക്കണം. 2 തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു വാക്യം ഞാൻ പണ്ടത് ഒത്തിരി പ്രസംഗിച്ചിട്ടുണ്ട്. സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ദൈവം അവയ്ക്കുന്നു പോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി. എന്തുകൊണ്ട്? സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കൊണ്ട്. ഹല്ലേലൂയ. ഞാനത് ഒന്ന് തെളിയിച്ചു തരാൻ കർത്താവ് ശരണപ്പെടുക. 2 തെസ്സലോനി 2:9 വാക്യം മുതൽ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തി കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികൾ തന്നെ അങ്ങനെ സംഭവിക്കും. എങ്ങനെ സംഭവിക്കും? വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടി ആയിരിക്കും. എന്തുകൊണ്ട്? അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികൾ തന്നെ അങ്ങനെ സംഭവിക്കും. അടുത്ത 15 വാക്യം. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ആരയക്കുന്നു? ദൈവം അയക്കുന്നു. എന്തുകൊണ്ട്? സത്യത്തെ വിശ്വസിക്കായിക കൊണ്ട്, സത്യത്തെ സ്നേഹിക്കായിക കൊണ്ട്. ഏതായി സത്യം? സാക്ഷാൽ ദൈവപുത്രനായ യേശുക്രിസ്തു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിക്കാതെ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിറകെ പോയാൽ ദൈവം തന്നെ സ്വത്രം വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയച്ച് സാത്താൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നെ കുടുക്കിക്കളയും. ഇത് മനസ്സിലാക്കണം. 1000 പ്രാവശ്യം വേണമെങ്കിൽ 2 തെസ്സലോനി 2:9, 10, 11, 12 വാക്യങ്ങൾ വായിച്ച് പഠിക്കുക. ഇവിടെ ദൈവമാണ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നത്. എന്തുകൊണ്ട് അയക്കുന്നു? സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നത് കൊണ്ട്. മനസ്സിലായോ? ഇവിടെ നമുക്ക് ആവശ്യം പാപമോചനം പ്രാപിച്ച് ദൈവരാജ്യത്തിൻ്റെ അംശയായി തീരാന്നുള്ളതാണ്. അല്ലാതെ ഭൗതിക അനുഗ്രഹം പ്രാപിച്ച് ഇവിടെ കിടന്ന് കളിക്കാനുള്ളവരല്ല നമ്മൾ.
പെന്തക്കോസ്ത് സമൂഹത്തിന് തിരിച്ചിട്ടിരിക്കുക സാത്താൻ. സാത്താൻ തിരിച്ചു വിട്ടിരിക്കുക. ഏനാത്ത് ചന്തയിൽ പോയ കാളവണ്ടി, ഏനാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള പച്ചക്കറികളും അല്ല, പച്ചക്കറി അതെ, വീടുകളിൽ ഉണ്ടാകുന്ന പച്ചക്കറികളും ചേനയും ചേമ്പും കാച്ചിലും എല്ലാം കൊണ്ടുവന്ന് ചന്തയിൽ വിറ്റിട്ട് ആ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടുവന്ന് വീട്ടുകാർക്ക് പലവ്യഞ്ജനം മേടിച്ചുകൊണ്ട് വരാനായിട്ട് കാളവണ്ടി പണ്ട് പോകുമായിരുന്നു. പഴമക്കാർ പറഞ്ഞ കഥയാണ്. പോകുന്ന സമയത്ത് കൊണ്ടുപോയി ഈ വീട്ടിലെ ചരക്കുകളെല്ലാം, വീടുകളുണ്ടായ കൃഷി സാധനങ്ങൾ വിറ്റ് ഫലവ്യഞ്ജന സാധനം വാങ്ങി കാളവണ്ടി തിരിച്ചു വരുമ്പോൾ 3-4 ബിരുദന്മാര് വഴിയിലിരുന്ന് കാളവണ്ടി തിരിച്ചു വിട്ടു. കള്ളും കുടിച്ച് പാട്ടും പാടിയിരുന്ന കുറെ ബിരുദന്മാര് ഏനാത്ത് പോകാൻ വേണ്ടി വന്ന കാളയെ, മാർക്കറ്റിൽ നിന്ന് വന്ന കാളയെ ഒരു ജംഗ്ഷൻ വന്നപ്പോൾ കാളയെ പിടിച്ച് തിരിച്ച് ചന്തയിലേക്ക് തന്നെ വിട്ടു. കാളവണ്ടിക്കാരൻ അല്പം മിനുങ്ങി കാളവണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുക. അന്നത്തെ രീതി അതാണല്ലോ. ഇന്നും അതൊക്കെ തന്നെ. കാളയ്ക്ക് വല്ല ബോധമുണ്ടോ? കാളയെ എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചു വിടാമല്ലോ. മനുഷ്യനല്ലേ മൃഗങ്ങളെ നിയന്ത്രിക്കുന്നത്. സ്തോത്രം. നേരം വെളുത്തപ്പോൾ കാളവണ്ടി ചന്തയിൽ തന്നെ നിൽക്കുക. കാരണം എന്താ? ആരോ തിരിച്ചുവിട്ടു. അതുപോലെ സർവശക്തനായ ദൈവത്തിൻ്റെ, കർത്താവിൻ്റെ ദിവ്യമായ ഉപദേശങ്ങൾ, ഈ അപ്പോസ്തല ഉപദേശം, ഈ ക്രിസ്തുവിൻ്റെ ഉപദേശം, ഈ പഥ്യോപദേശം സാത്താൻ അനേകരെ കരങ്ങളിലെടുത്ത് അത് തിരിച്ചിട്ടിട്ട് ഇന്ന് അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഉപദേശത്തിന് വിരുദ്ധമായിട്ടാണ് ഇന്ന് പലരും പ്രസംഗങ്ങളും അല്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതം നയിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അപകടമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക എത്ര നാളുകളായി. കാരണം ഈ യഥാർത്ഥ ഉപദേശ സത്യങ്ങൾ സഭയ്ക്ക് കിട്ടാതെ വന്നാൽ സഭ ആത്മീക മൂല്യച്യുതിയിലേക്ക് പോകും, മൂക്കുകുത്തും. അങ്ങനെ ഇന്ന് മൂക്കുകുത്തി കിടക്കുക സഭകൾ. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ വിട്ടുപോകുന്ന ഒരുത്തിനും ദൈവമില്ലെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ 2-ാം ലേഖനം 9-ാം വാക്യത്തിൽ എഴുതി വെച്ചെങ്കിൽ ആ അവസ്ഥകൾക്ക് വ്യത്യാസം വന്നിരിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. കർത്താവ് നമ്മെ വീണ്ടെടുത്തു. കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്തു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും കുമിളുപോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ ജനഹൃദയങ്ങളിലേക്ക് ശക്തിയോടെ പ്രവേശിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പിതാവ് കർത്താവിന് കൊടുത്തിരിക്കുന്നു. അവൻ സർവത്തിന് മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭയെന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുൻപനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യജാതനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവസമ്പന്നതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. യേശുക്രിസ്തുവിൽ കൂടിയാണ് സമാധാനം കിട്ടുന്നത്. യേശുക്രിസ്തു മുഖാന്തരമാണ് ലോകത്തിന് സമാധാനം കിട്ടുന്നത്. ട്രംപിനൊന്നും സമാധാനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ട്രംപിന്റെ മരുമോനും വൈസ് പ്രസിഡന്റിനും അതുപോലെ വലിയ വലിയ രാജാക്കന്മാർക്കും പ്രസിഡന്റുമാർക്കും രാഷ്ട്ര തലവന്മാർക്കും ഈ ഭൂമിയിൽ സമാധാനമുണ്ടാക്കാൻ കഴിയുകയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല. അത് ലോകത്തിന് തരാൻ കഴിയത്തില്ല. ഇപ്പോ ട്രംപ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ തലവനാണ്. ഏറ്റവും വലിയ തലവൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ നേതാവാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. അദ്ദേഹത്തിൻ്റെ അധികാരം വെച്ചാണ് ഈ സമാധാനം ഉണ്ടാക്കുന്ന അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണെങ്കിലും പുസ്തകമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല പുള്ളിക്ക്. പുസ്തകം കയ്യിലെടുത്ത് പ്രസംഗിക്കും, ഞാൻ യേശു ക്രിസ്തുവിൽ ഫോളോ ചെയ്യുന്ന ആളാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ബൈബിൾ ഇത് ദൈവവചനമാണെന്നൊക്കെ പറയുമെങ്കിലും ഈ സംഭവമൊന്നും പുള്ളിയുടെ തലയിലോട്ട് കയറിയിട്ടില്ല. തിരുവചന സത്യങ്ങൾ
അതുകൊണ്ട് അതിൻ്റെതായ ന്യൂനതകളുണ്ട് താൻ പറയുന്ന പ്രസ്താവനകളിൽ. സമാധാനത്തിനു വേണ്ടി 20 പദ്ധതി താൻ ആസൂത്രണം ചെയ്തെങ്കിലും അതെല്ലാം തകിടം മറിഞ്ഞ് കിടക്കുകയല്ലേ ഇപ്പോ. എന്താ അത് ശരിയാകാത്തത്? എന്താ അവരത് അംഗീകരിക്കാത്തത്? ഇസ്രയേൽ പലസ്തീൻ പ്രശ്നം, ഹമാസ് പ്രശ്നമൊന്നും മനുഷ്യനാർക്കും പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല കേട്ടോ. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരല്പ ശാന്തതയും സ്വസ്ഥതയൊക്കെ വന്നെന്ന് വരാളും ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടുന്നില്ല. ഇത് ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളായത്. ഇത് 2 സന്തതികളാണ്, ഇസ്മയിലിൻ്റെ സന്തതികളും ഇസഹാക്കിൻ്റെ സന്തതികളും തമ്മിലുള്ള പിണക്കമാണ്. ഇത് അബ്രഹാമിൻ്റെ കൊച്ചു കൂടാരത്തിൽ ഉണ്ടായിരുന്ന വൈര്യമാണ്. ഇത് വളർന്ന് 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 നൂറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും ഈ പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഇതിനൊരു പരിഹാരം ഇതുവരെയും വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല. ദൈവത്തിൻ്റെ കയ്യിലിരിക്കുക ആ വിഷയം. സ്വർഗത്തിലെ ദൈവമാണ് ആ വിഷയത്തിന് പരിഹാരം വരുത്തേണ്ടത്. ഹല്ലേലൂയ. ഞാനത് അങ്ങനെ പറഞ്ഞങ്ങ് വിടുക. ആ വിഷയത്തിലേക്ക് ഞാൻ അധികം കയറുന്നില്ല. എൻ്റെ വിഷയം രാഷ്ട്രീയമല്ല, യുദ്ധങ്ങളല്ല. എൻ്റെ വിഷയം ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പാപമോചനമുണ്ട്, വീണ്ടെടുപ്പുണ്ട്, ദത്തെടുപ്പുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം സസൂക്ഷ്മം പഠിച്ചു വരുമ്പോൾ ഈ പദം അവിടെയും പ്രയോഗിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ വേഗത്തിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം പഠിക്കുമ്പോൾ 5-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിലൂടെ നമ്മളെ തിരഞ്ഞെടുത്തു. 6-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിലൂടെ നമ്മൾ ദത്തെടുത്തു. യേശു ക്രിസ്തുവിലൂടെ അവിടെ നമ്മെ മുൻനിയമിച്ചു. 7-ാം വാക്യത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തുവിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. തെരഞ്ഞെടുപ്പ്, ദത്തെടുപ്പ്, വീണ്ടെടുപ്പ്, മുൻനിയമിച്ചു. ക്രിസ്തുവിലൂടെ നമ്മളെ ഉയർപ്പിച്ചു, ക്രിസ്തുവിലൂടെ നമ്മളെ ജീവിപ്പിച്ചു. യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവം ഈ ലോകത്തിന് ഉദ്ധാരണം നൽകുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിലൂടെയാണ് ആദാമ്യ പാപനിമിത്തം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുക്കുന്നത്, ദത്തെടുക്കുന്നത്. യേശു ക്രിസ്തുവിലൂടെയാണ് ആത്മരക്ഷ. മറ്റൊരുത്തനിലും രക്ഷയില്ലാതെ അവൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണമേ. വെറുതെ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടരുത് ദൈവത്തെ ഓർത്ത്. ഹല്ലേലൂയ. അവൻ സഭയെന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. തല ക്രിസ്തുവാണെങ്കിൽ ശരീരം സഭയാണ്. കൊലോസ്യ ലേഖനത്തിലെ ശക്തമായ ഒരു പഠനമാണത്, 1-2 അധ്യായങ്ങളിൽ. ഹല്ലേലൂയ. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. എങ്ങനെയാ പരിപൂർണരാകുന്നത്? തലയായ ക്രിസ്തുവിൽ നിന്നുള്ള ഉപദേശം ശരീരമാം സഭ കേട്ടനുസരിച്ച് കഴിയുമ്പോഴാണ് കൊലോസ്യർ 2-10 വാക്യം അന്വർത്ഥമാകുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അപൂർണരാണ്. പരിപൂർണരാകുന്നത് തലയായ ക്രിസ്തുവിൽ നിന്നുള്ള ഉപദേശം ശരീരമാം സഭയുടെ എല്ലാ അവയവങ്ങളാകുന്ന ദൈവമക്കളും വിശ്വസിച്ചനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ആ പരിപൂർണത നമുക്ക് കിട്ടുന്നത്. ഈ കൊലോസ്യർ 2-ലെ അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിൻ്റെ 18-ാം വാക്യം, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നില്ല രസിച്ച് സ്വന്തം ദർശനങ്ങൾ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിലാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത്. തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവൻ ആരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തലയായ ക്രിസ്തുവിൻ്റെ ഉപദേശം മുറുകെ പിടിച്ച് ആ ക്രിസ്തുവിൻ്റെ ഉപദേശം സഭയെ പഠിപ്പിച്ച് 2:10 എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. തലയായ ക്രിസ്തുവിൻ്റെ ഉപദേശം സഭയെ പഠിപ്പിച്ച് പരിപൂർണതയിലേക്ക് നടത്തണമെന്നാണ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം ശക്തമായി പഠിപ്പിക്കുന്നത്. ഇതാരും ഇന്ന് ചെയ്യുന്നില്ല, ഇതാരും ഇന്ന് പ്രസംഗിക്കുന്നില്ല. അധികമായിട്ട് ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ ഇത് പ്രസംഗിക്കുന്നുള്ളൂ. തലയില്ലാത്ത ശരീരങ്ങളെന്ന് പണ്ട് ഞങ്ങളുടെ
ദൈവവചനം പഠിപ്പിച്ചൊരു ഉപദേഷ്ടാവ് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി. തലയില്ലാത്ത ശരീരം, പിച്ചും പേയും പറയുകയാണെന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു. കാരണം 94 വയസ്സായല്ലോ. തലയില്ലാത്ത ശരീരങ്ങൾ ഒഴുകി വരുന്നു സഹോദരാ, ഒഴുകിപ്പോകുന്നു സഹോദരാ. ലോകം മുഴുവൻ തലയില്ലാത്ത ശരീരങ്ങൾ ഒഴുകിപ്പോകുന്നു, ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആള് ചോദിച്ചു, എന്താ ഈ പറയുന്നത് സഹോദരാ? ക്രിസ്തുവില്ലാത്ത സഭകൾ മോശയുടെ ന്യായപ്രമാണം പ്രസംഗിച്ച് കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണെന്ന് താൻ പറയുക. ആദ്യം ഞങ്ങൾ അതിനെ ശക്തിയോടെ എതിർത്തു. പിന്നെ ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ ഹൃദയത്തിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, താൻ പറയുന്നത് ശരിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? തലയില്ലാത്ത ശരീരങ്ങൾ കേരളക്കരയിലും ഭാരതത്തിലും, ഈ കേരളത്തിൻ്റെ 14 ജില്ലകളിലും ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിലും ആഗോള വ്യാപകമായി തലയില്ലാത്ത ശരീരങ്ങൾ ഒഴുകി നടക്കുന്നു. ക്രിസ്തുവില്ലാത്ത സഭകൾ ഒഴുകി നടക്കുന്നു. ക്രിസ്തുവിന്റെ ഉപദേശം പ്രസംഗിക്കാത്ത സഭകൾ കുമിളുപോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവൻ ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത്. എന്താണ് തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവർ വിരുദ് തെറ്റിക്കുന്നത്? തലയായ ക്രിസ്തുവിന്റെ ഉപദേശം മുറുകെ പിടിക്കാത്ത ശുശ്രൂഷകന്മാർ വിരുദ് തെറ്റിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു വിരുദിന് വേണ്ടി ഓടുക. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപുള്ളതൊക്കെ മറന്ന് മുൻപിലു വേണ്ടി ആഞ്ഞ് പരമവരുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു എന്ന് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നാം ഒരു ആത്മീയ ഓട്ടക്കളത്തിൽ ഒരു ബിരുദ് പ്രാപിക്കാൻ ഓടിക്കൊണ്ടിരിക്കുന്നവരാ. ആ ഓട്ടത്തെ തെറ്റിക്കാൻ കഴിയുന്നത് ആരാണ്? ക്രിസ്തുവിന്റെ പ്രമാണം സഭയിൽ പഠിപ്പിക്കാത്തവർക്ക് അവരുടെ ബിരുദ് തെറ്റിക്കാൻ കഴിയും. ഇപ്പം മനസ്സിലായോ? ഹല്ലേലൂയ. സ്തോത്രം പിതാവേ, സ്തോത്രം 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 സ്തോത്രം. പുതിയ നിയമം പ്രസംഗിക്കുന്നത് എന്തോ ഒരു അരോചകം പോലെയാണ് ഒരു പാസ്റ്ററിനോട് ഒരു ദിവസം ചോദിച്ചത്. എൻ്റെ കൂടെ പഠിച്ച കോപ്പിയടി വീരനായ ഒരു പാസ്റ്റർ, അങ്ങനെയൊക്കെ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ കൂടെ പഠിച്ച ഞങ്ങളെല്ലാം പാസ്റ്റർമാരായിട്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളി കോപ്പി അടിക്കുമായിരുന്നു എക്സാം വരുമ്പോൾ. അപ്പം ഞാൻ ഇവിടെ വചനം കോപ്പി അടിക്കുന്ന പാസ്റ്റർമാരുണ്ടോ? ഉണ്ടോന്ന്. എന്തൊക്കെ ചെയ്യുന്ന പാസ്റ്റർമാരെ കാണിച്ചു തരണം ഞാൻ. ഈ പുള്ളി എന്നോട് ഒരു ദിവസം ചോദിക്കുക, സാമച്ചാൻ ഇപ്പം, എനിക്ക് പുള്ളിയേക്കാൾ ഒരു 10-20 വയസ്സ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു, സാമച്ചാൻ ഇപ്പം പുതിയ നിയമമാണ് പ്രസംഗിക്കുന്നതെന്ന് കേട്ടല്ലോ എന്നൊരു ചോദ്യം. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, പിന്നെ ഞാൻ എന്ത് പ്രസംഗിക്കണം? പഴയ നിയമം പ്രസംഗിക്കണോ? പഴയ നിയമം നിങ്ങൾക്കും എനിക്കുള്ളതാണോ എന്ന് ചോദിക്കുന്നതിന് മുൻപ് ആൾ തലം വിട്ടു. കാരണം പുള്ളിക്കറിയാം ചോദിച്ചു കഴിഞ്ഞിട്ട് അവസാനം മറുപടി താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് പുള്ളി തലം വിട്ട് കളഞ്ഞു. കാരണം ഞാൻ ചോദിക്കും, ഇങ്ങനെയുള്ളവരോടൊക്കെ ഞാൻ ശക്തമായിട്ട് ചോദിക്കും. കാരണം ചോദിക്കണ്ടേ? ഞാൻ ചോദിച്ചാലേ അവർക്കൊരു തിരുത്തലുണ്ടാകത്തുള്ളൂ. സാമച്ചാൻ ഇപ്പൊ പുതിയ നിയമമാണല്ലോ പ്രസംഗിക്കുന്നതെന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്ത് പ്രസംഗിക്കണം? മോശയുടെ കാലത്ത് ന്യായപ്രമാണം പ്രസംഗിക്കണം. ന്യായപ്രമാണം പ്രസംഗിക്കുന്നവരൊക്കെ ചെയ്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ. കോടതിയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. കേസും കോടതിയും വഴക്കും വക്കാണുമായിട്ട് നടക്കുക, അടിയും ബഹളവുമായിട്ട് നടക്കുക. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പറഞ്ഞ് ഞാനത്, എനിക്ക് സങ്കടമായി ഇപ്പം പറയുമ്പോൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തമ്മിൽ സ്നേഹിക്കാനുള്ള ക്രിസ്തുവിൻ്റെ പ്രമാണം സ്നേഹിച്ച് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, അവരുടെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാതെ തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ നമുക്ക് കഴിയില്ല. ഞാനിതിപ്പോൾ ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. കയ്യും കാലോട്ട് അടിച്ചാലും ദൈവരാജ്യം പ്രാപിക്കാൻ നമുക്ക് കഴിയും. കർത്താവിൻ്റെ സ്വഭാവം, കർത്താവിൻ്റെ മനസ്സും, അവൻ്റെ ദിവ്യ സ്വഭാവം, അവൻ്റെ ഭാവം, ക്രിസ്തുവിലുള്ള ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, അവൻ്റെ ദിവ്യ സ്വഭാവം, മൂന്നും വാക്യങ്ങളുണ്ട്. മൂന്നിന് അത് പ്രാപിക്കാതെ തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ നമുക്ക് കഴിയില്ല. അതാ ഇവിടുത്തെ വിഷയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിഷമിച്ചിട്ടൊന്നും ഒരു കഥയില്ല. നമ്മുടെ വിഷമങ്ങളൊക്കെ ദുഃഖങ്ങളായിട്ട് മാറണം. വചനവിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ തലയിൽ കയറിയിരിക്കുന്നതൊക്കെ മാറ്റണം. കർത്താവിൻ്റെ സഭ കർത്താവിൻ്റെ ഉപദേശം അനുസരിക്കണം. ക്രിസ്തുവിൽ തികഞ്ഞു വരണം.
ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവിലേക്ക് വളർച്ച പ്രാപിക്കണം. ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവ് പുതിയ നിയമസഭ പ്രാപിച്ചെടുക്കണം. അല്ലാതെ നിത്യത പ്രാപിക്കാൻ പറ്റത്തില്ല. കൊട്ടത്താപ്പ് കൊണ്ടൊന്നും ആർക്കും സ്വർഗത്ത് പോകാൻ പറ്റില്ല. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ പലരും വിമർശിക്കുന്നുണ്ട്. വിമർശിച്ചോട്ടെ, എനിക്ക് വലിയ ഇഷ്ടമാണ് വിമർശനം എന്നുള്ളത്. പക്ഷേ വിമർശനം വചനത്തിലൂടെ ആയിരിക്കണം. ചുമ്മാ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പാസ്റ്റർ പറയുന്നതൊക്കെ ഈ പുതിയ നിയമ വ്യവസ്ഥ വെച്ച് നോക്കുമ്പോൾ എല്ലാം തെറ്റാന്ന് പറഞ്ഞോ, തിരുത്തിക്കോ, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ. പലരും തിരുത്താൻ ആഗ്രഹിക്കുന്നവരല്ല, ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു സാധുവായ മനുഷ്യനാണ്. വചനത്തിലൂടെ തിരുത്തിയാൽ എനിക്കത് സന്തോഷം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ സഭയെന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. തലയെ മുറുകെ പിടിക്കാത്തവൻ ആരും നിങ്ങളെ തെറ്റിക്കരുതെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പ്രമാണം മുറുകെ പിടിച്ച്, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് ആ പ്രമാണം പ്രസംഗിച്ച് ദൈവസഭയെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണം. അതാണ് ആത്മീയ ശുശ്രൂഷ. അതാണ് സഭകൾ ചെയ്യേണ്ടത്. ഇന്ന് സഭകൾ മുഴുവൻ എൻ്റർടൈൻമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വിശ്വാസികളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. കർണരസമാകുമാറ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് തിമോഥെയോസിന്റെ ലേഖനത്തിലുള്ളതുപോലെ കർണരസമാകുമാറ് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്നു. ചെവിക്ക് സുഖമുള്ളത്, രുചിയുള്ളത് ചെവിയൊക്കെ പറഞ്ഞു കേൾപ്പിക്കുക, എന്നിട്ട് കൊക്കൊക്കെ വയ്ക്കുക, ചിരിക്കുക കിടന്ന്. എനിക്കറിയാം, ഇന്ന് ആത്മീയ കോളത്തിൽ പല പ്രസംഗങ്ങളും ആൾക്കാരെ കുടുകൂടാ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്കതിനോട് താല്പര്യമില്ല. കരയിപ്പിക്കണം ജനത്തെ. നിലത്ത് കിടന്ന് ഉരുണ്ട് കരഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നില്ലെങ്കിൽ നിത്യത നഷ്ടമാകുമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരിക. ഹല്ലേലൂയ. സ്തോത്രം.